ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ വീട് കുമാരപുരം പൊതുജില്ല ലൈനിൽ 6 സെന്റിലുള്ള ഒരു ട്രഡീഷണൽ അല്ലാതെ കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു വീടാണ്. ഇത് ഒരു ഇടത്തരം ഫാമിലിക്ക് വേണ്ടി ഇടത്തരം ബഡ്ജറ്റിൽ പണിത് പൂർത്തിയാക്കിയ വീടാണ്. 2026 ഏപ്രിലാണ് ഇതിൻ്റെ പാലുകാച്ച് ഹൗസ് വാമിങ് നടന്നത്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് നോക്കാം. അതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, എൻ്റെ ഈ പ്രോഗ്രാം കാണുന്നവർ, ആദ്യമായിട്ട് കാണുന്നവർ അത് കൂടുതൽ അതിനെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്നുള്ള ഒരു അഭ്യർത്ഥനയോടുണ്ടെങ്കിൽ മാത്രമേ ഇത് കൂടുതൽ ആളുകളിൽ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കണ്ടംപററി സ്റ്റൈല് എന്ന് പറയത്തക്ക രീതിയിൽ ഇന്നത്തെ ഒരു സ്റ്റൈൽ അനുസരിച്ചിട്ടുള്ള ഒരു നിർമ്മാണമാണ് ഇതിനകത്ത് ഞാൻ നടത്തിയിരിക്കുന്നത്. എന്നാൽ പൂർണ്ണമായിട്ടും വാസ്തുവിദ്യ അനുസരിച്ചിട്ട് തന്നെയാണ് ഈ വീടിൻ്റെ കണക്കും കാര്യങ്ങളും പോയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാസ്തു അളവുകളിലേക്ക് നമുക്ക് കടക്കാം. ഇതിൻ്റെ ചുറ്റളവെന്ന് പറഞ്ഞാൽ 67 കോൽ ആണ് ഇതിൻ്റെ മെയിൻ വീടിൻ്റെ, അല്ലെങ്കിൽ ആ വീടിൻ്റെ പര്യന്ത ചുറ്റ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിസ്താരം എന്ന് പറയുമ്പോൾ 15 കോൽ 2 അങ്കുലവും 18 കോൽ 10 അങ്കുലവും എന്നുള്ള ഒരു കണക്ക്, അത് 67 കോലാണ്. വീട് ഇരിക്കുന്നത് കിഴക്ക് പടിഞ്ഞാറ് ദർശനമായിട്ടാണ്. അപ്പോൾ ആ കണക്കിനുള്ള 67 കോലിൻ്റെ ചുറ്റളവാണ് കൊടുത്തിരിക്കുന്നത്. വീട് പടിഞ്ഞാറ് അഭിമുഖമായിട്ടാണ് പണിതിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കണക്ക് തന്നെ 67 കോല്. അപ്പം വെസ്റ്റിൻ്റെ ഒരു കണക്കാണ്. അപ്പോൾ എല്ലാം ഉത്തമമായിട്ടുള്ള ഒരു കണക്കിലാണ് വീടിൻ്റെ പ്ലാന് നമ്മൾ പോയിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ പാർട്ടായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ളത് ഒരു സിറ്റ് ഔട്ട്, ഡ്രോയിങ് ഹാള്, 2 ബെഡ്റൂം, കിച്ചൺ, സ്റ്റെയർ കേസ്, ഡൈനിങ് ഹാള്, ഇത്രയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഒരു സ്റ്റെയർ കേസ് കയറുന്ന ഒരു പോർഷനും കൂടെ ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ബഡ്ജറ്റ് എന്നല്ല, ഒരു നല്ല വീട്, അത് അതിൻ്റെ വാസ്തുപരമായിട്ടുള്ള എല്ലാ കണക്കുകളും അതിനകത്ത് പാലിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു സ്റ്റൈലിനെ, ഞാൻ കൂടുതലും ചെയ്യുന്നത് ട്രഡീഷണലായിട്ടുള്ള ഒരു വീടാണെങ്കിലും ഇപ്പോൾ 2026 പൂർത്തിയാക്കിയത് ഇത് ഒരു കണ്ടംപററി സ്റ്റൈല് ആണ് അതിനകത്ത് ഉപയോഗിച്ചത്. അതിൻ്റെ എലിവേഷൻ നോക്കാൻ നമുക്ക് മനസ്സിലാവും. അതെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലാണ് അത് പോയിരിക്കുന്നത്. ഇതിൻ്റെ വാസ്തു കണക്കിലേക്ക് പോവുകയാണെങ്കിൽ, ആദ്യം അതിന് വന്ന് കയറുന്ന മെയിൻ ഡോർ കഴിഞ്ഞ് ആദ്യമായിട്ട് കാണുന്നത് ഒരു ഡ്രോയിങ് ഹാള്. അത് 8 കോൽ 8 അങ്കുലവും 4 കോൽ 16 അങ്കുലവും സെൻറ്റിമീറ്ററാണ്. 600 × 336 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ മെഷർമെൻറ്റ്. രണ്ടാമത് വരുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ്. അത് തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത്, കന്നി ഭാഗത്താണ് ഉള്ളത്. അതിൻ്റെ വാസ്തു അളവെന്ന് പറഞ്ഞാൽ 4 കോൽ 18 അങ്കുലവും 5 കോൽ 18 അങ്കുലവും 414 × 342. അതിൽ ഒരു ഡ്രസ്സും ടോയ്ലറ്റും കൂടെ അറ്റാച്ച്ഡ് ആണ്. പിന്നെ നേരെ നമ്മൾ കടന്നു വരുമ്പോൾ ഇടതുവശത്ത് ഒരു സ്റ്റെയർ കേസ് മുകളിലേക്ക് പോകാനുള്ളതും, പിന്നെ നേരെ കാണുന്നത് ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാള് 306 × 378 എന്നുള്ള ഒരു അളവിലാണ് ഡൈനിങ് ഹാൾ പോയിരിക്കുന്നത്. പിന്നെ ഒരു ബെഡ്റൂമാണ് അടുത്ത് വരുന്നത്. വായുവിൻ്റെ ഈ ഈശാന ഭാഗത്താണ് അടുത്ത ബെഡ്റൂം വന്നിരിക്കുന്നത്. അത് 5 കോൽ 14 അങ്കുലവും 4 കോൽ 14 അങ്കുലവുമാണ്. അതിലും ഡ്രസ്സും ടോയ്ലറ്റിൻ്റെയും സൗകര്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതിൻ്റെ കിച്ചണിൻ്റെ സ്ഥാനം പറയുകയാണെങ്കിൽ തെക്ക് കിഴക്കായിട്ടാണ് വരുന്നത്, അഗ്നികോണിൽ. അപ്പോൾ അത്
4 കോൽ 22 അങ്കുലം, 5 കോൽ 6 അങ്കുലം എന്നുള്ള ഒരു കണക്കും പിന്നെ ഒരു കൂടാതെ ഒരു വർക്ക് ഏരിയയും കൂടെ ചേർന്നതാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഉള്ള സൗകര്യങ്ങൾ. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ സ്റ്റെയർ കേസ് കയറി വരുന്ന ഒരു ലിവിങ് സ്പേസ് ഉണ്ട്. അവിടെ 2 ബെഡ്റൂമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഒന്ന് തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് കന്യഭാഗത്ത് ബെഡ്റൂമാണ്. അത് താഴത്തെ സെയിം അളവ് തന്നെയാണ്. 4 കോൽ 18 അങ്കുലവും 5 കോൽ 18 അങ്കുലവും എന്നുള്ള അളവാണ്. അതിൽ ഡ്രസ്സും ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് 368 ഇൻറ്റു 336 എന്നുള്ള ഒരളവാണ് ആ ബെഡ്റൂമിന് കൊടുത്തത്. അതിന് ഡ്രസ്സും ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറ് 1468 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറ് 799 സ്ക്വയർ ഫീറ്റും, അങ്ങനെ ടോട്ടൽ 2267 സ്ക്വയർ ഫീറ്റ് 6 സെൻറ്റിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഔട്ട്സൈഡ് ഏരിയ നോക്കുമ്പോൾ ഒരു നല്ല ഭംഗിയുള്ള ഒരു കാർ പോർച്ച് ഈ ഒതുങ്ങിയ സ്ഥലത്ത് അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു നല്ല കാർ പോർച്ച് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുറ്റം കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആർട്ടിഫിഷ്യൽ ഗ്രാസും കൂടെ ചേർത്ത് കംപ്ലീറ്റ് അത് ഒരു വൃത്തിയോടുകൂടി അത് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റീരിയറാണ് സവിശേഷമായിട്ട് പറയേണ്ടത്. ഈ ഒരു മീഡിയം ടൈപ്പ് ബഡ്ജറ്റിലുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻറ്റീരിയറാണ് ഓരോന്നായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡ്രോയിങ് ഹാളായിരുന്നാലും ഡൈനിങ് ഹാളായാലും ബെഡ്റൂം ആയാലും അതിൻ്റെ ടോയ്ലറ്റ് ഇതെല്ലാം തന്നെ നമ്മൾ ആ ഒരു ഇൻറ്റീരിയർ ഇതും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീട് പൂർത്തിയായിരിക്കുന്നത്. കാമ്പൗണ്ട് വാള് പെയിൻറ്റിങ്ങിൻ്റെ ടെക്സ്ചർ ഫിനിഷ് കൊടുത്ത് മനോഹരമായിട്ട് നമ്മൾ ആ എലിവേഷൻ കാണുന്നത് പോലെ അതും മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കൂടാതെ മൊത്തത്തിൽ ഇതിൻ്റെ റൂഫ് ഷീറ്റ് കൊണ്ട് കംപ്ലീറ്റ് കവർ ചെയ്ത് അത് ഉപയോഗപ്രദമായ രീതിയിലെടുത്ത് അതെല്ലാം കൊണ്ട് തീർത്ത് ഒരു സാധാരണക്കാർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളുമുള്ള സിറ്റിക്കകത്ത് ഒരു നല്ല വീടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഈ സംസാരിച്ചത്. ഇതെല്ലാവരും കാണുകയും അത് മറ്റുള്ളവരെ എത്തിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിന് വേണ്ടുന്ന പ്രോത്സാഹനം തരുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.